Hello there guys, and I'm EK and I'm back with another video, and today we're gonna talk about rhythm. EK out here going crazy. Okay, Cloud9 സെഷൻസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ദേ ഇവിടെ ഇട്ടിട്ടുണ്ടാവും, പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിനകത്ത് ഒരു ബേസിക് ആയിട്ടൊരു മെലഡി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പഠിച്ചു. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ബേസിക് മെലഡി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എനർജറ്റിക് ആക്കി എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് മെലഡി ഒന്ന് കുറച്ചും കൂടെ കൊഴിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൃദയത്തിലോട്ട് കിടക്കാം. കുഴപ്പമില്ല, നല്ല സൗണ്ട് തന്നെയാണ് പഠിച്ചു. സോ ഞാൻ RC20 റെട്രോ കളർ എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി കുറച്ച് നോയ്സ് ആഡ് ചെയ്യും. പഴയ വിന്നൽ റെക്കോർഡിന് ആക്ച്വലി പ്ലേ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു കരകരപ്പുണ്ടാകും. ആ കരകരപ്പും കുറച്ച് ഡിസ്റ്റോർഷനും ഒരു ഇച്ചിരി റീവർബും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഈ സാധനം ഒന്ന് കൊഴുപ്പിച്ചെടുക്കുക. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ സൗണ്ട് ചെയ്യും സാധനം. വളരെ സ്ലൈറ്റ് ആയിട്ടൊരു ചേഞ്ച് ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഞാനിത് ആക്ച്വലി നോബ്സ് കുറച്ച് മാറ്റി കാണിച്ചു തരാം. ഇത് ഓവർ ഡു ചെയ്ത് കഴിഞ്ഞാൽ മെലഡി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ട്യൂൺ ആവും. സോ വോബിൾ അത് കുറച്ച് കൊടുക്കാവുള്ളൂ. ഡിസ്റ്റോർഷൻ നമുക്ക് കുറച്ച് വേണേൽ ആഡ് ചെയ്യാം, പക്ഷേ ആ ഒരു അധികം ഹാർഷ് ആകണ്ട നമുക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് നിർത്താം. സ്പേസ് എന്ന് പറയുന്ന റീവർബാണ്. കുറേ അധികം സ്പ്രെഡായി നിൽക്കണമെന്നില്ല. ഞാൻ ആക്ച്വലി എനിക്ക് ഇത് പാൻ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. സോ അപ്പം കുറേ അധികം സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ സ്റ്റീരിയോ പേജ് ഭയങ്കര മെസ്റ്റപ്പ് ആയി പോകും. സോ നമുക്ക് ഇവിടെയൊക്കെ നേരിട്ട് നിർത്താം. അപ്പോൾ ഇത് ഏകദേശം മതിയാവും. ഇനി അടുത്ത എന്താ ഉള്ളത്, നമ്മൾ ആ ടോപ്പ് ബെല്, അതിനകത്ത് ആക്ച്വലി ഞാൻ ഇതേ സാധനം തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വോബിൾ ഞാൻ കുറച്ച് കൂടുതൽ കൂട്ടി. എന്ന് വെച്ചാൽ ആ ഒരു ഔട്ട് ഓഫ് ട്യൂണായി പോകുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ കൂട്ടി. അപ്പോൾ നമുക്ക് പഴയത് ആദ്യമേ കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് എഫക്റ്റ് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുന്നത് കേട്ട് നോക്കാം. സ്ട്രെയിറ്റ് ഫോർവേഡ് ജസ്റ്റ് ഒരു പ്ലക്ക് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇത് വന്നു കഴിയുമ്പോഴോ ഓക്കെ, ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഒരു മെലഡി എങ്ങനെ ലാപ്ടോപ്പ് വെച്ച് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ PC വെച്ച് മാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ബിഗിനർ ലെവൽ, ഒരു എൻട്രി ലെവൽ എപ്പിസോഡായിരുന്നു അത്. ഓക്കെ, ഇതിൻ്റെ കൗണ്ടർ മെലഡി ഞാൻ ആക്ച്വലി ഒരു ഗിറ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ആക്ച്വൽ ലൈവ് ഗിറ്റാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് മെലഡി ഒരു എഫക്റ്റും ഇല്ലാതെ ജസ്റ്റ് റോ ആയിട്ടൊന്ന് കേട്ട് നോക്കാം. വളരെ ബേസിക് ആയിട്ടൊരു മെലഡി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്തു. ഞാൻ എന്തൊക്കെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി അതൊന്ന് ട്യൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ട്യൂൺ ചെയ്തില്ല. ട്യൂൺ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഫീൽ കിട്ടുന്നത് കാരണം ഞാൻ ട്യൂൺ ചെയ്തില്ല. ഞാൻ ആക്ച്വലി ആഡ് ചെയ്തിരിക്കുന്ന പ്ലഗിൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോയ്സ് റിഡക്ഷൻ പ്ലഗിനാണ്. നിങ്ങളുടെ കയ്യിൽ ഈ പ്ലഗിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്പറിൻ്റെ തന്നെ സ്റ്റോക്ക് പ്ലഗിനായിട്ടുള്ള റിയാഫിർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലഗിൻ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാലും ഓൾമോസ്റ്റ് സെയിം എഫക്റ്റ് ആണ്. അതെങ്ങനെയാണ് ഞാൻ ആ എഫക്റ്റ് എന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാ പ്ലഗിനും ഓഫ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നോയ്സ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഓൾമോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാക്കിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സ്റ്റുഡിയോസിലൊന്നും അല്ല റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒരു USB മൈക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു XLR മൈക്ക് ആണെങ്കിൽ പോലും നമുക്ക് അധികം അക്യൂസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആസ് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ഫണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നോയ്സ് ഒക്കെ കാണും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് കാണും. അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിയാഫിർ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ പ്ലഗിൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ റിയാഫിർ എന്ന് പറഞ്ഞ പ്ലഗിൻ ലോഡ് ചെയ്യുക. അത് റീപ്പറിൻ്റെ കൂട്ടത്തിൽ സ്റ്റോക്കായിട്ട് വരുന്ന പ്ലഗിനാണ്. ഇത് ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ EQ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റി സബ്ട്രാക്റ്റിലോട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക് ബിൽഡ് നോയ്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്കിപ്പം ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വേർഷൻ, അത് കുറച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രം കേൾക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് ജസ്റ്റ് ത്രൂ ഔട്ടൊന്ന് കേട്ട് നോക്കാം എവിടെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്.
ഈ അവസാനം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത് മാത്രം ആക്ച്വലി റിയാഫർ വെച്ച് ഒരു നോയ്സ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം. ഈ നോയ്സ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്ട്രാക്ട് കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ. ഈ സബ്ട്രാക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ബിൽഡ് നോയ്സ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. അതാണ് ആക്ച്വലി നമ്മുടെ നോയ്സ് പ്രൊഫൈൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ക് ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മേലോട്ടും താഴത്തോട്ടും കൊണ്ടുപോകാൻ പറ്റും. അവിടെ ഇപ്പം നോയ്സ് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. താഴോട്ട് പോയാലോ? ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോയ്സ് കുറയ്ക്കുക. ഫുള്ളായിട്ട് എടുത്ത് കളയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആക്ച്വലി കുറച്ചും കൂടി ഒരു നോയ്സ് പ്രൊഫൈൽ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഫുള്ളായിട്ട് എടുത്ത് കളയായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല. എന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ പ്ലഗിൻ ഞാൻ ബൈപ്പാസ് ചെയ്യുവാണ്. നന്നായിട്ട് ക്വയറ്റ് ആയില്ലേ ഇപ്പം. അങ്ങനെയാണ് നമ്മൾ നോയ്സ് പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി വേറൊരു പ്ലഗിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വേണമെന്നില്ല. നിങ്ങൾക്ക് റിയാഫർ സ്റ്റോക്ക് പ്ലഗിൻസ് വെച്ച് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മളിപ്പം വേറെ ഏത് തരത്തിലുള്ള പ്ലഗിൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ആക്ച്വലി ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ റീപ്പറിൻ്റെ കൂടെ വരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്തായാലും കാണും. ഇനി അഥവാ ഇല്ലാത്ത അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാത്ത പ്ലഗിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയ ആൾട്ടർനേറ്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു EQ ആണ്. EQ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസീസ് എല്ലാം കട്ട് ചെയ്തിരിക്കുക. പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് ഫ്രീക്വൻസീസാണ്, ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫ്രീക്വൻസീസാണ്. അപ്പോൾ അതൊന്നും നമുക്ക് നമ്മുടെ മിക്സിൽ വേണ്ട, നമ്മുടെ ആ ഒരു ഗിറ്റാറിൻ്റെ പീസിൽ വേണ്ട. അപ്പോൾ നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്താ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ ആക്ച്വലി ഗിറ്റാറിലും കൂടെ സ്പേസ് കാർവ് ഔട്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു കുറച്ച് ഇടം കൊടുക്കുകയാണ് നമ്മുടെ മിക്സിൽ. എല്ലാം കൂടെ അങ്ങ് കയറി ക്ലട്ടഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ചെയ്ത് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു കൗണ്ടർ മെലഡി ആഡ് ചെയ്യുക. കൗണ്ടർ മെലഡി ആഡ് ചെയ്ത് ഗിറ്റാറിലാണ്. ഗിറ്റാർ ഞാൻ റെക്കോർഡ് ചെയ്തു. സോ ഞാൻ അതിനകത്ത് ആ ഗിറ്റാറിൻ്റെ റെക്കോർഡ് ചെയ്ത ഗിറ്റാറിൻ്റെ പീസ് കുറച്ചും കൂടെ നന്നാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് റെഡ് ടു EQ എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ്. ഇത് ആക്ച്വലി ഫോക്കസ് റൈറ്റിൻ്റെ പ്ലഗിനാണ്. ഫോക്കസ് റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന റെക്കോർഡിങ് യൂസ് ചെയ്യുന്ന ഓഡിയോ ഇൻ്റർഫേസ് ആണ് ഫോക്കസ് റൈറ്റ്. ഫോക്കസ് റൈറ്റ് വാങ്ങിച്ചപ്പോൾ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ പ്ലഗിനാണ് ഈ റെഡ് ടു EQ എന്ന് പറയുന്നത്. ഞാൻ ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നേരെ ആഡ് കൊടുക്കുക. ഇവിടെ റിയ EQ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതെല്ലാം എന്തായാലും റീപ്പറിൽ ഓൾറെഡി കാണും, കാരണം ഇതെല്ലാം റീപ്പറിൻ്റെ സ്റ്റോക്ക് പ്ലഗിൻസ് ആണ്. ഈ റിയ എന്ന് തുടങ്ങുന്ന എല്ലാ സാധനവും റീപ്പറിൻ്റെ സ്റ്റോക്ക് പ്ലഗിനാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് റീപ്പറിൻ്റെ ഇക്വലൈസർ EQ പ്ലഗിൻ. ബേസിക്കലി കുറച്ച് ബ്രൈറ്റ് ടേംസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടൊരു പ്ലഗിൻ വരുന്നത്. ഇത് CLA ഗിറ്റാർസ് എന്ന് പറഞ്ഞാൽ വേവ്സിൻ്റെ ബണ്ടിലിനകത്ത് വരുന്ന ഒരു പ്ലഗിനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം നോബ്സ് ഉണ്ട്, കുറേ അധികം കൺട്രോൾസ് ഉണ്ട്. ബേസ് ഉണ്ട്, ട്രബിൾ ഉണ്ട്, കംപ്രസ് ഉണ്ട്, റീവർബ് ഉണ്ട്, ഡിലേ ഉണ്ട്, പിച്ച് ഉണ്ട്, കുറേ അധികം ഉണ്ട്. പിന്നെ അതിനകത്ത് പല രീതിയിലുള്ള സെറ്റിങ്സ് ആയിട്ട് മാറ്റാം. സോ ഇതിനകത്ത് ഞാൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞ പ്രീസെറ്റിനകത്ത് ഇലക്ട്രിക് ലീഡർ എന്ന് പറഞ്ഞൊരു പ്രീസെറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക സാധനം. വളരെ വലിയൊരു ചേഞ്ച് അല്ലേ അത്. ഫുൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പഴയത് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പം ടോപ്പ് ബെല്ലിൻ്റെ മെലഡി ജസ്റ്റ് ഒന്ന് ഇപ്പം തൽക്കാലത്തേക്ക് മ്യൂട്ട് ചെയ്യുക. കുഴപ്പമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ ജസ്റ്റ് എടുത്ത് റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്യുമ്പോൾ മെലഡി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ സെക്ഷൻ, ദാറ്റ് ഈസ് റിതം. റിതം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു ഹിപ്പ് ഹോപ്പ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ മോഡേൺ ഹിപ്പ് ഹോപ്പ് ട്രാക്സോ അല്ലെങ്കിൽ പോപ്പ് ട്രാക്സിലൊക്കെയാണ് മെയിനായിട്ട് ആകെ വളരെ കുറച്ച് റിതം സെക്ഷൻസേ വരുന്നുള്ളൂ. കുറേ അധികം പെർക്കഷൻസോ അങ്ങനെയൊന്നും ആഡ് ചെയ്ത് ഞാൻ അങ്ങനെ കാണാറില്ല. ബേസിക്കലി ഒരു കിക്ക് കാണും, ഒരു സ്നെയർ കാണും, കുറച്ച് ഹൈ ഹാറ്റ്സ് കാണും, ചിലപ്പോൾ ചെറിയൊരു റിം ഷോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർക്കഷനോ കാണും. ഞാനിതാണ് കിക്കിൻ്റെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ. ബേസിക്കലി
സ്നെയറിൻ്റെ പാറ്റേൺ ജസ്റ്റ് താഴെ ലെയർ ചെയ്യണം. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പോയിന്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നെയർ എപ്പോഴും കിക്കുമായിട്ട് ഓവർലേ ചെയ്യാതിരിക്കുക. നമ്മൾ കിക്കെന്ന് മാത്രമല്ല, ലൈക്ക് എന്തൊരു സൗണ്ടാണ് നിങ്ങൾ റിതത്തിൽ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും റിതം സെക്ഷനിൽ വരുന്ന സൗണ്ട്സ് തമ്മിൽ ഓവർലേ ചെയ്യാതിരിക്കുക. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം കിക്ക് കിടക്കുന്നുണ്ടോ, ഇതാണ് കിക്കിൻ്റെ നോട്ട്സ്. ഞാൻ സ്നെയർ ഇത് ഇവിടെ കൊണ്ടല്ല കൊടുക്കുന്ന, ഞാൻ ഇത്രയും സ്പേസ് വിട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് വിട്ട് ഈ കിക്കിലും തൊടാതെ ആണ് നിർത്തിയിരിക്കുന്നത്. അതേപോലെയാണ് എൻ്റെ എല്ലാ നോട്ട്സും കിടക്കുന്നത്. അത് കാരണമാണ് ആ ഒരു റിതത്തിനൊരു ഒരു പഞ്ചിനെസ് ഉള്ളത്. ആ ഒരു റിതത്തിന് റിതമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ ഫീൽ കിട്ടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് കാരണമാണ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈ ഹാറ്റ്സ് ആഡ് ചെയ്തു. നിങ്ങൾ റിതം സെക്ഷൻ എന്ന് പറയുന്ന പേര് കാരണം മാത്രം അതിനെ എടുത്ത് ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടൊരു പാറ്റേണിലോട്ട് മാറ്റണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റിതത്തിനെ മെലഡി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. റിതം ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോട്ട്സിൽ തുടങ്ങുക, കൂടുതൽ നോട്ട്സിൽ എൻഡ് ചെയ്യുക. അപ്പോഴേക്കും ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് കാണും. ഒരു ഗ്രാഫായിട്ട് അതിനെ കാണുവാണെങ്കിൽ നേരെ പോയിട്ട് ഇങ്ങനെ മേലോട്ട് പോവുകയാണ്, അവസാനം പെട്ടെന്ന് തീരുകയാണ്. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഹൈപ്പ് കിട്ടും. അതാണ് നമുക്ക് റിതമാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രഷൻസ് അല്ലെങ്കിൽ തല ഇങ്ങനെ ടാട്ടാൻ ബോപ്പ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനത്തെ ഉള്ള പാറ്റേൺസ് കേൾക്കുമ്പോഴാണ്. 8/8 പാറ്റേൺ എന്ന് പറഞ്ഞാൽ കിക്കിൻ്റെ താഴെ മാത്രം ഇങ്ങനെ അതേപോലെ ലെയർ ചെയ്ത് വെച്ചിരിക്കുമ്പോഴേക്കും ഒരു കേൾക്കാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ 8/8 ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കിൻ്റെ ചാനൽ ഓണാക്കി ഇടുക. കിക്കിൻ്റെ ചാനൽ മാത്രം ഓണാക്കി ഇടുക. കേട്ട് നോക്കുക. ഓക്കെ, കിക്കിപ്പം കിടക്കുന്നത് ഇവിടെയാണ്. 8/8 സെയിം നോട്ടിലാണ് നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 8/8 നമ്മൾ ട്യൂൺ ചെയ്യണം. അല്ലെങ്കിൽ 8/8ൻ്റെ നോട്ടെന്ന് പറയുന്നത്, റൂട്ട് നോട്ടെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മെലഡിയുടെ എന്താണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റൂട്ട് നോട്ട് അതേ റൂട്ട് നോട്ട് തന്നെ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ 8/8 വേറെ വല്ലയിടത്തും കിടക്കും, മെലഡി വേറെ വല്ലയിടത്തും കിടക്കും, സംഭവം മൊത്തത്തിൽ കുഴഞ്ഞ വീട് വരുമോ. കാരണം അത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇത് മാത്രം നോക്കുക, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, 8/8 പാറ്റേൺസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ട്രോങ് ഫോർട്ടേ അല്ല. പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. സോ അതാണ് 8/8 പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ കേട്ടാണ്. അപ്പം ത്രൂ ഔട്ട് നമ്മൾ ഫുള്ള് റിതം സെക്ഷൻ ഒരുമിച്ച് വരുമ്പോഴേക്കും എങ്ങനെ ഇരിക്കുമെന്ന് കേട്ട് നോക്കാം. റിതം സെക്ഷൻ മാത്രം കേട്ടോ. സോ റിതം സെക്ഷൻ മാത്രം ഞാൻ സോളോ ചെയ്യുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന റിതം സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ 8/8 കിക്കും തമ്മിൽ ക്ലാഷ് ആകാതിരിക്കാൻ ശ്രമിക്കണം. അതിന് സൈഡ് ചെയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യണം. ഈ 8/8 കിക്കും തമ്മിൽ ക്ലാഷ് ആയിരിക്കും. കാരണം 8/8ൻ്റെ മെലഡിയുടെ 8/8ൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയും കിക്കിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി ഏകദേശം സെയിം. അത് ആ ബേസ് ലോ എൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൗണ്ടും കൂടെ ചിലപ്പോൾ ക്ലാഷ് ആവും. ഓക്കെ, ഞാൻ ആക്ച്വലി സൈഡ് ചെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒരു ബീറ്റ് മിക്സിങ് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വേറെ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അത് കുറച്ച് ഇൻഡെപ്തായി പോവും. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല, അത് ഈ ഒരു ട്യൂട്ടോറിയൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാനത് ഇപ്പോൾ ലീവ് ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മുടെ റിതം സെക്ഷൻ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മെലഡി ആയിട്ടൊന്ന് കേട്ട് നോക്കാം. നമുക്കൊരു 4 ബാർ ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 4 ബാർ ലൂപ്പ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു എൻ്റയർ സോങ് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് സംതിങ് വരുന്ന ഒരു സോങ് നമുക്ക് ഈ ഒരു 4 ബാർ വെച്ചിട്ട് നമുക്ക് ഇത്രയും പാറ്റേൺസ് വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഹൗ ടു അറേഞ്ച് എ ബീറ്റ് എന്ന് പറയുന്നത് വേറൊരു ട്യൂട്ടോറിയലായിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ലൂപ്പ് കിട്ടി. നിങ്ങൾ ഈ ഒരു ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറേഞ്ച് എന്ന് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്താൽ മതി. ബീറ്റ് എങ്ങനെയാണ് റഫായിട്ട് മിക്സ് ചെയ്യുന്നതെന്നും
അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻസിൽ ഇടുവാണെങ്കിൽ, എനിക്കറിയാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. ഒരു ഡെഡിക്കേറ്റഡ് ട്യൂട്ടോറിയൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. So leave a comment and let me know if you want to know something specific. Okay, so I guess that's about it. My name is CK, drink heaps of water, and this is Cloud9 Sessions signing off.